ചെക്ക് ചെയ്തിട്ട് ലൈക്ക് ഇതിൻ്റെ ബില്ല് കാര്യങ്ങളൊന്നും എത്രയാണെന്ന് കാര്യങ്ങൾ കറക്റ്റ് അറിയില്ല. ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് സംസാരിക്കാം. ദാറ്റ്സ് ഓൾ ഫോർ റൈറ്റ്. ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ ആക്ച്വലി ഞാൻ ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹേന്ദ്രഗിരിയാണ്. എൻ്റെ ത്രോട്ട് സൗണ്ടൊക്കെ ആകെ പോയിരിക്കുകയാണ്. സോ ഇന്ന് ഡേ 6 or day 5 ഓഫ് ദ ട്രിപ്പ് സീരീസ് ഫ്രം മഹേന്ദ്രഗിരി. സോ ഇറ്റ്സ് മീ ദേവ് ബാക്ക് അഗെയിൻ. സോ ഇന്നലെ ഞാൻ നൈറ്റ് ഇവിടെ വന്ന് ടെൻ്റൊക്കെ അടിച്ച് പിച്ച് ചെയ്ത് കിടന്നുറങ്ങി കഴിയുമ്പോൾ എനിക്കൊരു സിക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണിന് ജസ്റ്റ് ഒരു പ്രാണി വന്ന് കാര്യങ്ങൾ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ടോട്ടലി സിക്കാണ്, മൗണ്ടൻ മുകളിലാണ്. ആൻഡ് ഇവിടെ ഹോൾഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ സിക്നെസ് വെച്ചിട്ട് എനിക്ക് താടിക്ക് എന്തായാലും പോകാൻ വയ്യ. നല്ല അടിപൊളി സിക്നെസ് കിട്ടും. സോ ഇവിടെ നിന്ന് കുറച്ച് ലൈക്ക് എനർജി ബൂസ്റ്റപ്പ് ചെയ്ത് മാത്രമാണ് എനിക്ക് ഇവിടെ നിന്ന് താഴേക്ക് പോകാൻ പറ്റുള്ളൂ. സോ മോർണിംഗ് ലൈക്ക് ഇതാണ് ഇവിടുത്തെ വ്യൂ കാര്യങ്ങളെല്ലാം. ലൈക്ക് അടിപൊളിയായിരുന്നു മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറേ ബേഡ്സിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. ആൻഡ് ഇപ്പോൾ ഞാൻ ലൈക്ക് എണീറ്റു. ആൻഡ് ഞാൻ ലൈക്ക് 6 o'clock ഒക്കെ ആയിപ്പോൾ എണീറ്റതാണ്. ഇപ്പോൾ സമയം ലൈക്ക് 7:30 ആവാറായിട്ടുണ്ട്. ആൻഡ് അവിടുത്തെ ടെമ്പിളിൽ നിന്ന് ലൈക്ക് മോർണിംഗ് ലൈക്ക് അവിടുത്തെ പ്രാർത്ഥനയുടെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ആൾക്കാർ കടയെല്ലാം റെഡിയാക്കുന്നുണ്ട്. എനിക്ക് പോയിട്ട് ബ്രഷ് ചെയ്തിട്ട് ലൈക്ക് എൻ്റെ ഫോൺ ചാർജ് ചെയ്യാനിട്ടുണ്ട്. ബ്രഷ് ചെയ്തിട്ട് ലൈക്ക് അവിടെ ആ കടയിൽ പോയിട്ട് ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ച് മഹേന്ദ്രഗിരി മുകളിലേക്ക് പോകണം. ആൻഡ് ലക്ലി എൻ്റെ ബോഡി ലൈക്ക് ഫീലിംഗ് ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യാസ് ഇൻഷാല്ലാ. നമ്മളൊക്കെ ഒഡീഷ ട്രാവൽ ചെയ്യുമ്പോൾ ലൈക്ക് ഒഡീഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ വേറൊരു വൈബായിരിക്കും, വേറെ മൂഡായിരിക്കും. സോ ഒഡീഷയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊരു മലപ്രദേശവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ക്യാമ്പ് പിച്ച് ചെയ്യാം, ലൈക്ക് ടെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ഒരു സ്പോട്ടിൽ നമുക്ക് ടെൻറ്റ് കാര്യങ്ങളൊക്കെ പിച്ച് ചെയ്യാവുന്നതാണ്. അതിന് പേയ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുകളിലൊരു ടാങ്ക് ഉണ്ട്. സോ അതിനകത്തുള്ള വെള്ളം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാം. ആൻഡ് അവിടെ ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ജിയോൻ്റെ സിമ്മിന് മാത്രമേ നെറ്റ്വർക്ക് ഉള്ളൂ. ആൻഡ് ഇവിടുന്ന് മഹേന്ദ്രഗിരി ടോപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ബൈക്കോ കാറോ പോകാൻ പറ്റും, ഓപ്ഷണലാണ്. ആൻഡ് 5 kilometers ഉണ്ട്. അത് അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. സോ ഈ കാണുന്ന ചെക്ക് പോസ്റ്റ്, ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ മറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൊടുക്കണം. കറക്റ്റ് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ മുകളിലേക്ക് പോയിട്ടില്ല. ആൻഡ് അവിടെ 5 മണി തുടങ്ങി 5 മണി വരെ കയറ്റി വിടുള്ളൂ. ഇത് എൻ്റെ ഫോണിൽ ലൈക്ക് സ്റ്റോറേജ് ഫുൾ, അതെല്ലാം സെറ്റ് ചെയ്യണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഈ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് ക്ലൈമറ്റാണ്, ലൈക്ക് ഇരുന്ന് ശാന്തമായിട്ട് വർക്ക് ചെയ്യാനുള്ള. സോ ഇവിടുന്ന് എൻ്റെ ലൈക്ക് സ്റ്റോറേജ് എല്ലാം സെറ്റ് ചെയ്തിട്ട് വേണം താഴേക്ക് പോകാനായിട്ട്. അവിടെ ഷോപ്സ് ഉണ്ട്. ഷോപ്സിൽ പോയിട്ട് വേണം എനിക്ക് ഫുഡ് കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട്. നെറ്റ്വർക്ക് ഇല്ല, ആൻഡ് ലിക്വിഡ് ക്യാഷും ഇല്ല. ലെറ്റ്സ് സീ. സോ ഫൈനലി ലിവിങ് മഹേന്ദ്രഗിരി. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 5 kilometers ടോപ്പിലേക്ക് പോകണം. സോ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും ട്രാവൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ഇത് മാത്രം അവിടെ ബാക്കി വെച്ചിട്ട് പോകാറുണ്ട്. ആൻഡ് മഹേന്ദ്രഗിരി ഈ ഒരു ടോപ്പിൽ 5 kilometers മുകളിലേക്കുള്ള ഈ ഒരു വ്യൂ മാത്രം ബാക്കി വെച്ചിട്ട് പോകണം. കാരണം ഇവിടെ തിരിച്ചു വരാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം. ആൻഡ് മൂപ്പരാണ് എനിക്ക് ലൈക്ക് ഹോട്ട്സ്പോട്ട് കാര്യങ്ങളെല്ലാം സപ്ലൈ ചെയ്ത് ലൈക്ക് റെഡിയാക്കി തന്നെ. ആൻഡ് ആളുടെ ഷോപ്പാണിത്. സോ ഇവരുടെ കയ്യിൽ മാത്രമാണ് നെറ്റ്വർക്ക് കാര്യങ്ങളുള്ളൂ, ബാക്കി ആരെങ്കിലും നെറ്റ്വർക്ക് ഇല്ല. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. Bye bro, bye. So we are leaving Mahendragiri and heading to the Odisha, Bhubaneswar, Puri, Konark side. Let's see. Yeah. So finally Malayada മുകളിൽ നിന്ന് താഴേക്കൊക്കെ ഇറങ്ങി. ആൻഡ് ലൈക്ക് 2 days പ്രോപ്പറായിട്ട് ഫുഡ് ഉണ്ടായിരുന്നില്ല. കുറച്ച് ബിസ്ക്കറ്റ് അങ്ങനെയായിരുന്നു. മലയുടെ മുകളിൽ വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഫൈനലി ലൈക്ക് താഴേക്ക് ഇറങ്ങി പോണ വഴിക്ക് ലൈക്ക് ഒരു പുഷ് ചെയ്ത് ലൈക്ക് ഒരു 45 kilometers പുഷ് ചെയ്തു. ആൻഡ് ഹൈവേ കയറി ഇപ്പോൾ ലൈക്ക് ഫുഡ് കാര്യങ്ങൾ കഴിക്കണം. ലൈക്ക് ചിക്കൻ മീൽസ് കാര്യങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഒരു ഹെവി മീൽ കാര്യങ്ങൾ കഴിച്ചിട്ട് ലെറ്റ്സ് ഗോ ടു പൂരി. സോ അതാണ് പ്ലാൻ. ഇനി ഇവിടുന്ന് ലൈക്ക് ഡീവിയേഷൻ കാര്യങ്ങൾ പിന്നെ കളിക്കണമെന്നില്ല. സ്ട്രൈറ്റ് പൂരി പോകുമ്പോൾ അവിടെ നിന്ന് കൊണാർക്ക് പോകുന്നു. ആൻഡ് ഈ 2 പ്ലേസിൽ പോയിട്ട് ബാക്കി പ്ലാൻ ചെയ്യും. അല്ലാണ്ട് ലൈക്ക് ഇത്ര കാര്യങ്ങളൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. പോണ വഴിക്ക് അവിടെ നിന്ന് ഡീവിയേഷൻ എടുക്കണോ അത് ലൈക്ക് ഡിപ്പെൻസ് ഓൺ ലൈക്ക് മൈൻഡ് ആയിരിക്കും. അല്ലാണ്ട് പ്രോപ്പർ പ്ലാനിങ്ങിലൊന്നും ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. That's it. ഞാൻ ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ വന്നതാണ്. അപ്പോൾ എവിടെയാണ്
എറണാകുളം തന്നെ. എറണാകുളത്ത് കിടന്ന എറണാകുളത്ത് സൗത്ത് ചിറ്റൂർന്നത് ഒരു മുതൽ ഒറീസയിലുള്ള ഒരു മുതലിനെ കിട്ടിയിട്ടുണ്ട്. ആളാണ് ഇവിടെ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഒഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരണം. മലയാളത്തിൽ പറഞ്ഞ ഒഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് നോർത്ത് എന്നുള്ള അവസ്ഥ. ഫുഡ് ട്രസ്റ്റിൻ്റെ ലൈക്ക് ലെഫ്റ്റ് സൈഡിലെ ഫുഡ് ട്രസ്റ്റ് ലൂസ് ആയിരുന്നു, ചെങ്ലൂബ് കാര്യങ്ങളുണ്ടായിരുന്നു. സോ ഫുഡ് ട്രസ്റ്റ് ടൈറ്റ് ചെയ്ത് വേണ്ട എഞ്ചിൻ്റെ ലൈക്ക് ബോൾസ് ടൈറ്റ് ചെയ്തു. അത് ചെറിയൊരു ചെക്ക് ചെയ്യണമായിരുന്നു, ക്രോസ് ചെക്ക് ചെയ്യണമായിരുന്നു. ആൻഡ് അലൈൻമെൻറ്റിൻ്റെ ലൈക്ക് പോയിന്റ് ലെവൽസ് സോ അതിൻ്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതെല്ലാം കറക്റ്റ് ചെയ്തു. ആൻഡ് ഇതെല്ലാം കുറേ നാളത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പണി 7 വഴിക്ക് വരുമെന്ന് അറിയില്ല. സോ ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് ലൈക്ക് ഇതിൻ്റെ ബില്ല് കാര്യങ്ങളൊന്നും എത്രയാണെന്ന് കാര്യങ്ങൾ കറക്റ്റ് അറിയില്ല. അതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് സംസാരിക്കാം. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോണ വഴിക്ക് എനിക്കൊരു ഡീവിയേഷൻ എടുക്കണമായിരുന്നു. നമ്മൾ ജെറ്റൊക്കെ അടിച്ച് പോയി കഴിഞ്ഞാൽ ഹൈവേ കൂടെ പോയി ഈ പ്രോപ്പർ മാപ്പിലാണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പണി കിട്ടും. ഞാൻ പോണ വഴിക്ക് ലൈക്ക് ഒരു ലെഫ്റ്റ് എടുത്തിട്ട് ലൈക്ക് അണ്ടർ ലൈക്ക് ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ പോകണമായിരുന്നു. ബട്ട് ആ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കൂടെ വന്നു. ലൈക്ക് പൂരി പോകേണ്ട ഡയറക്ഷനിൽ നിന്ന് മാറി ഭുവനേശ്വർ സൈഡിലേക്കുള്ള റൂട്ട് വന്നു. ഇനി ഞാൻ എന്തായാലും 40 കിലോമീറ്റർ തിരിച്ചു പോകാനില്ല. സമയം 8:34 ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ലൈക്ക് ഒരു 40-50 സംതിങ് കിലോമീറ്ററിൽ ഒരു ടേൺ ഉണ്ട് ഡീവിയേഷൻ. ആ ടേണിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പൂരി ടോട്ടൽ 102 കിലോമീറ്റേഴ്സാണ് ഇപ്പോൾ കാണിക്കുന്നത്. ആൻഡ് നൈറ്റ് ഓവർനൈറ്റ് ഡ്രൈവ് ചെയ്യാൻ പ്ലാൻ ഇല്ല. ലെറ്റ്സ് സീ. അതിന് മുമ്പ് എനിക്ക് ലൈക്ക് എന്തെങ്കിലും ഫുഡ് കാര്യങ്ങളെല്ലാം കഴിക്കണം ഐഡിയ. അതായത് ഞാനിങ്ങനെ ഹൈവേ കൂടെ പോണ സമയത്ത് ലൈക്ക് ഒരു സീൻ എൻകൗണ്ടർ ചെയ്താണ്. ലൈക്ക് ഒരു വോൾവോ ബസ്സാണ്, ലൈക്ക് മൾട്ടി ആക്സൽ വോൾവോ ബസ്സാന്ന് തോന്നുന്നു, എക്സ്പ്രസ് ഗ്രീൻ ലൈൻ എന്ന് പറഞ്ഞത്. ബസ് നേരെ പാർക്ക് ചെയ്തേക്കുന്നത് ഒരു കോളനി പോലത്തെ ഒരു സ്ഥലത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാണ് പാർക്ക് ചെയ്തേക്കണേ. ദിസ് ഈസ് ദ സിറ്റുവേഷൻ. ഇതൊക്കെയാണ് നമ്മൾ ഹൈവേ കൂടെ പോകുമ്പോഴുള്ള സീൻ കാര്യങ്ങളെല്ലാം. എന്താണ് ഇതിൻ്റെ ഉള്ളിലുള്ളവർക്ക് എന്താ പറ്റിയെന്ന് കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാവരും സേഫാന്ന് വിചാരിക്കണം. അത്രമാത്രം തൊട്ടപ്പുറത്ത് ലൈക്ക് ട്രാൻസ്ഫോമർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാഗ്യത്തിന് അതുമ്പോൾ ചെന്ന് പോയി ഇടിച്ചിറങ്ങി ലൈക്ക് പൂർത്തിയായാണ് എല്ലാം കൊണ്ടും. ഫൈനലി ലൈക്ക് എൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഡൗൺ ആയി. ലൈക്ക് ഒരു രണ്ട് പവർ ബാങ്ക് ഡൗൺ ആയിരുന്നു. ലൈക്ക് 2 days ഇൻ മൗണ്ടെയിൻ സർവൈവലിൽ 2 പവർ ബാങ്ക് ഡെഡായി. ആൻഡ് ഓൾമോസ്റ്റ് എൻ്റെ ഒരു സെക്കൻഡറി ഫോൺ ഉണ്ട്, അത് ലൈക്ക് ഗൂഗിൾ പേ കാര്യങ്ങൾ അതെല്ലാം ടോട്ടലി ഡെഡായി. ആൻഡ് ഇപ്പോൾ ഈ ഫോൺ ലൈക്ക് ഓൾമോസ്റ്റ് 6% ഉണ്ട്. ആൻഡ് ഞാൻ പൂരി പോണ ഡൈവേഷനിലേക്ക് കയറി. ബട്ട് ഇപ്പോൾ 9 മണിയായി. ഈ സമയം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോട്ടൽസ് കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. സോ ഇപ്പോൾ ഇവിടെ പോണ വഴിക്ക് ലൈക്ക് ഈ റൂട്ട് ഞാൻ മുമ്പ് പോയിട്ടുണ്ട്. ഇപ്പോഴാണ് എനിക്ക് തിരിച്ച് ഓർമ്മയിൽ കാര്യങ്ങളെല്ലാം വന്നത്. സോ ആക്ച്വലി ഈ ഒരു ഹോട്ടലിൽ ലൈക്ക് ഇവിടെ നിന്ന് ഫുഡ് കാര്യങ്ങളുണ്ട്. ബട്ട് ലൈക്ക് നോൺ വെജ് മാത്രമേ ഉള്ളൂ, വെജിറ്റേറിയൻ ഇല്ല. സോ വെജിറ്റേറിയൻ നോൺ വെജ് കഴിച്ച് കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസസ് ഉണ്ട്. ബട്ട് എനിക്കത് അറിയില്ല. ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ഇപ്പോൾ ലൈക്ക് എനിക്ക് എന്തെങ്കിലും എൻ്റെ ലൈക്ക് കുറച്ച് ഫുഡ് കാര്യങ്ങൾ കഴിക്കണം. സോ ദാറ്റ്സ് ഫസ്റ്റ് പ്രയോറിറ്റി. ഫുഡ് കാര്യങ്ങളെല്ലാം കഴിച്ച് എൻ്റെ ഫോൺ ഗാഡ്ജറ്റ്സ് എല്ലാം അവിടെ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എനിക്ക് അത് ചെയ്യണം. ആൻഡ് തൊട്ടപ്പുറത്ത് ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. ലൈക്ക് അവിടുന്ന് കുറച്ച് കോട്ടൺ കാര്യങ്ങളെല്ലാം എൻ്റെ ഇയറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മേടിക്കണം. ആൻഡ് അവിടെ നിന്ന് പോണ വഴിക്ക് ലൈക്ക് കുറച്ച് ഷോപ്സ് ഉണ്ട് ആ ലൈക്ക് മെയിൻ റോഡിൻ്റെ സൈഡിൽ. അവിടെ നിന്ന് കുറച്ച് വാട്ടർ ബോട്ടിൽസും ലൈക്ക് കുറച്ച് ലൈക്ക് ചൂയിങ്ങും കാര്യങ്ങളും സെറ്റ് ചെയ്യണം. ആൻഡ് ലൈക്ക് ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു കുറച്ച് കിലോമീറ്റർ ഉള്ളൂ. ലൈക്ക് അറൗണ്ട് ഒരു 70-80 സംതിങ് കിലോമീറ്റേഴ്സ് ഉള്ളൂ പൂരി. സോ ഓവർനൈറ്റ് പോകാൻ പ്ലാൻ ഇല്ല. ബട്ട് ലെറ്റ്സ് സീ. മോർണിംഗ് day 8 ഫ്രം ലൈക്ക് റൂട്ട് പൂരി. ലൈക്ക് ഇന്നലെ നൈറ്റ് ലൈക്ക് ഒരു ഫുഡ് ലൈക്ക് ഒരു ബസ് സ്റ്റോപ്പ് പോലത്തെ ലൈക്ക് കുറേ ബസ്സുകൾ വന്ന് ലൈക്ക് ഫുഡ് കഴിക്കുന്ന സ്പോട്ടുണ്ട്. ഈ ഷോപ്പിൽ നിന്നല്ല കഴിച്ചത്, അവിടെ പോയി ഫുഡ് കഴിച്ചു. ഷോകം ഫുഡ് 220 rupees മേടിച്ച് മീൽസ് പല ഷോകം മീൽസ് ആയിരുന്നു. ആൻഡ് അവിടെ നിന്ന് ഇവിടെ വന്ന് ലൈക്ക് ലൈക്ക് ഫുഡ് കഴിക്കാൻ പോയ ഷോപ്പ് ലൈക്ക് ഫസ്റ്റ് കഴിക്കാൻ പോയ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത് സ്പേസ് ഉണ്ടായിരുന്നു. സോ അവിടുത്തെ ആൾക്കാർ നല്ല നൈസാണ്. കാരണം ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ഉള്ളിൽ വേണമെങ്കിൽ കിടന്നോളാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഫാൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിനുവേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. ദ പീപ്പിൾ ആർ സോ നൈസ്. ഇപ്പോൾ ഡേ 8 ഓഫ് ദ ട്രിപ്പ് സീരീസ്. ആൻഡ് ലൈക്ക് ഇന്നിപ്പോൾ ഇവിടുന്ന് 55 kilometers ഉണ്ട് പൂരി. സോ പൂരി അല്ലാന്നുണ്ടെങ്കിൽ കൊണാർക്ക്. എനിക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഷോട്ട് ചെയ്യണം. സോ ഇപ്പോഴാണൊന്ന് ബെറ്ററായി വരുന്നത്. സോ അതുകൊണ്ട് പൂരി അല്ലെങ്കിൽ കൊണാർക്ക് ഇവിടെ നിന്ന് കവർ ചെയ്ത് പോയി. എൻ്റെ റൈഡിങ് ജാക്കറ്റ് എനിക്ക് വാഷ് ചെയ്യണം. ആൻഡ് റൈഡിങ് ജാക്കറ്റ് വാഷ് ചെയ്യണം, പിന്നെ ക്ലോത്ത്സ് വാഷ് ചെയ്യണം, ബാഗും വാഷ് ചെയ്യണം.
സോ ഈ 2 കാര്യങ്ങളാണ്. റൈഡിങ് ജാക്കറ്റ് മസ്റ്റായിട്ട് വാഷ് ചെയ്യണം, കാരണം അത്രയും ഡിഗ്രി ചൂടിൽ ഇട്ടിട്ട് ലൈക്ക് ഒട്ടുന്ന ഒരു ഫീലാണ് കാര്യങ്ങൾ വരുന്നത്. സോ ഇതാണ് സോർട്ട് ചെയ്യേണ്ടത്. ആൻഡ് ബാക്കിയുള്ള വീഡിയോസ് പെട്ടപ്പെടാന്ന് എഡിറ്റ് ചെയ്ത് തീർക്കുകയും വേണം. സോ ദീസ് ആർ ദ മെയിൻ ഫസ്റ്റ് തിങ്സ് വരുന്നത്. സോ ഇനിയിപ്പോൾ ഇവിടുന്ന് ലൈക്ക് ടെൻ്റ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ലൈക്ക് ഹെഡിങ് ടു പൂരി സൈഡ്.